ഹേ ഗൈസ്, ഇന്നത്തേത് ഗുരുവായൂരപ്പനെ കാണാൻ പോയ കഥ. ഗുരുവായൂർ എത്തി ഒരു ഊണും തിന്നിട്ട് പരിപാടി തുടങ്ങി. ഇന്നലെ ചെറിയൊരു വെള്ളപ്പൊക്കലായകൊണ്ട് ഇന്ന് എപ്പോഴത്തേക്കാളും ആൾക്കാർ കുറച്ച് കുറവുണ്ട്. റൂമിലെത്തി കുളിച്ച് കുട്ടപ്പനായി മുണ്ടും എടുത്ത് ഇറങ്ങി. നമ്മൾ ദർശനം ചെയ്യുന്ന ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഞാനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കഥ പറയാം. 2025 ഏപ്രിൽ 1 ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ എത്തുന്നത്. എന്റെ ആ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ എല്ലായിടത്തും തോറ്റ് എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എന്റെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാ കാര്യങ്ങളും ക്വിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാതെ ഗുരുവായൂർ എത്തുന്നതും ഞാൻ ഗുരുവായൂരപ്പനോട് എന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ സറണ്ടർ ആവുന്നതും. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം നിർത്തി എന്ന ഞാൻ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്നു. ആൻഡ് ആ വ്ളോഗ് കുറച്ച് റീച്ച് ആവും. ആൻഡ് അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഗുരുവായൂർ എത്തി നിൽക്കുമ്പോൾ അന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ലൈഫിൽ ഫുൾഫിൽ ആക്കിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു അന്ധവിശ്വാസമായോ വിശ്വാസമായോ എടുക്കാതെ ഞാൻ നിങ്ങൾക്ക് വിട്ട്. ബട്ട് എന്റെ ലൈഫിൽ ഞാൻ എടുത്ത വൺ ഓഫ് ദി കിഡിലൻ ഡിസിഷൻ ആണ് ഞാൻ ഗുരുവായൂർ പോകുന്നുള്ളത്. ഇനി എന്റെ ലൈഫിൽ എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ആദ്യം ഓടി എത്തുന്നത് ഗുരുവായൂരായിരിക്കും. കാരണം അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അതൊരു വേറെ തന്നെ വൈബ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, എക്സ്പീരിയൻസ് ആക്കേണ്ടി തന്നെ. അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടു ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി. നിങ്ങളുടെ ഗുരുവായൂർ ദർശനം കംപ്ലീറ്റ് ആവണമെങ്കിൽ മമ്മിയൂർ ശ്രീ മഹാദേവനെ കാണണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ആളെയും കണ്ടു. ആടുന്ന് സന്ധ്യയും നോക്കി ഒരു ചായയും കുടിച്ച് അങ്ങനെ ഭരതനാട്യവും നോക്കിയിരുന്നപ്പോഴത്തേന് സമയം രാത്രിയാണ്. ഗുരുവായൂർ കാണാൻ കുറച്ചും കൂടി ഭംഗി കൂടുതലും തോന്നിപ്പോയി. അത്രയും ഒരു അടിപൊളിയായിരുന്നു ആടാ. ആടുന്ന് രാത്രി ശീവേലിയും കണ്ട് ഗുരുവായൂരപ്പന്റെ അടുത്ത് അടുത്ത വരവ് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ടാട്ടയും കൊടുത്തിട്ട് നാം ഇറങ്ങി. അപ്പൊ നിങ്ങൾക്കും ഗുരുവായൂരിൽ ഇതുപോലത്തെ എന്തായാലും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് അടിക്കാൻ മറക്കല്ലേ.